നമസ്കാരം. നാഷണൽ ഹൈവേയിൽ പ്രായമായവരുടെ യാത്രയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഉദ്യോഗസ്ഥരുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ശ്രദ്ധയിലേക്ക് മേൽപ്പറഞ്ഞ വിഷയം കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് ഏവർക്കും സ്വാഗതം. നാഷണൽ ഹൈവേയുടെ കുറുകെ വാഹനങ്ങൾ കൊണ്ടുപോകുന്നതിന് മേൽപ്പാലങ്ങൾ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ധാരാളം സമരങ്ങളും പ്രതിഷേധങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതൊരത്യാവശ്യ സമരമായിട്ട് കാണുവാൻ കഴിയില്ല. കാരണം മിനിമം 1 കിലോമീറ്റർ അകലത്തിൽ മേൽപ്പാലങ്ങളുടെ കീഴിൽ നാഷണൽ ഹൈവേ ജംഗ്ഷനുകൾ നിർമ്മിക്കുന്നുണ്ട്. അതുവഴി ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് പോകുവാൻ കഴിയുന്ന സാഹചര്യം നിലവിൽ വാഹനം ഉള്ളവർക്ക് സാധ്യമാകുകയും ചെയ്യും. 1-2 കിലോമീറ്റർ വാഹനത്തിൽ കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരുന്നത് വലിയൊരു ബുദ്ധിമുട്ടായി കാണുവാൻ ഈ കാലഘട്ടത്തിൽ ഭൂരിപക്ഷം ജനങ്ങൾക്കും കഴിയില്ല. എന്നാൽ നാഷണൽ ഹൈവേയുടെ റോഡിന് കീഴെ നടപ്പാതകൾ നിർമ്മിക്കേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. എന്തെന്നാൽ കേരളത്തിലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലൂടെയാണ് പഴയ NH-17 45 മീറ്റർ NH-66 പുനർനിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ ബസ് യാത്ര ചെയ്യുന്നവർക്ക് 2 ഭാഗത്തേക്കും കടന്നു പോകാൻ കഴിയാത്ത രീതിയിലാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. 2025 ഡിസംബർ അവസാനത്തോടെ റോഡ് നിർമ്മാണം പൂർണ്ണതോതിൽ പൂർത്തിയാകും എന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും അവകാശപ്പെടുന്നത്. രാജ്യത്ത് നടക്കുന്ന ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളും രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും കൂടുതൽ സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്ന നിലപാടാകണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കേണ്ടത്. എന്നാൽ രാജ്യത്ത് നടക്കുന്ന പല നിർമ്മാണ പ്രവർത്തനങ്ങളും താഴെത്തട്ടിലുള്ളവർ കാണാതെ പോവുകയും ചിലരുടെ ലാഭം മാത്രം നോക്കിയുള്ള നിർമ്മാണങ്ങളുമായിട്ടാണ് സർക്കാരുകൾ മുന്നോട്ട് പോകുന്നത്. ആദ്യത്തെ NH-17 ധാരാളം ബസ് സ്റ്റോപ്പുകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം മറന്നുകൊണ്ടാണ് നിലവിലെ NH-66 നിർമ്മാണം നടക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിലവിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന NH-66 അപകടങ്ങൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഒരു സർവീസ് റോഡിൽ നിന്നും രണ്ടാമത്തെ സർവീസ് റോഡിലേക്കും അവിടെ നിന്ന് ടോൾ റോഡിലേക്കും പ്രവേശിക്കുവാനാണ് നിലവിൽ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നത്. എന്നാൽ നിലവിലെ ഭൂരിപക്ഷം ബസ് സ്റ്റോപ്പുകളിൽ നിന്നും മിനിമം 1 കിലോമീറ്ററെങ്കിലും അകലെയാണ് മേൽപ്പാലങ്ങളുടെ നിർമ്മാണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം നിലവിലുള്ള ബസ് സ്റ്റോപ്പുകൾ വഴി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രായമായവരും പണത്തിന് ബുദ്ധിമുട്ടുന്നവരും ഈ നിർമ്മാണ രീതി മൂലം ദുരിതമനുഭവിക്കാൻ പോവുകയാണ്. അതിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നതിന് ശാശ്വത പരിഹാരമുണ്ടാകണമെങ്കിൽ കാലാകാലങ്ങളായി ഉപയോഗിക്കുന്ന ഭൂരിപക്ഷം ബസ് സ്റ്റോപ്പുകളിലും കാൽനടയ്ക്ക് ആവശ്യമായ നടവഴി റോഡിന് താഴെ കുറുകെ നിർമ്മിച്ചാൽ മാത്രമേ മേൽപ്പറഞ്ഞവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയൂ. നിലവിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മേൽപ്പാലങ്ങളുടെ ഇടയിലുള്ള ബസ് സ്റ്റോപ്പ് വഴി യാത്ര ചെയ്യുന്ന പ്രായമായവർക്ക് ഇടതുവശത്തെ അല്ലെങ്കിൽ വലതുവശത്തെ മേൽപ്പാലത്തിന് താഴെയുള്ള ജംഗ്ഷൻ വഴി 1-2 കിലോമീറ്റർ നടന്നോ ഓട്ടോറിക്ഷ വിളിച്ചോ മാത്രം അവരുടെ വീടുകളിലേക്ക് പോകുവാൻ കഴിയുന്ന അവസ്ഥയാണ് നിലവിലെ നിർമ്മാണം കൊണ്ട് ഉണ്ടാകുവാൻ പോകുന്നത്. മേൽ വിഷയത്തിന് യുദ്ധകാല അടിസ്ഥാനത്തിൽ പരിഹാരം കാണുവാൻ വേണ്ടപ്പെട്ട അധികാരികൾ ജനപ്രതിനിധികളുടെയും സർക്കാരുകളുടെയും ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരേണ്ടതുണ്ട്. നിലവിൽ ഹൈവേയിൽ പണിയുന്ന ഫുട്പാത്തിൻ്റെ അളവിൽ കുറുകെ നടപ്പാത നിർമ്മിച്ചാൽ തന്നെയും പ്രായമായവരുടെയും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെയും പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ കഴിയും. പ്രായമായവരുടെയും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെയും പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.